കറിയൊന്നുമില്ലാതെ മസാലയൊന്നും വഴറ്റി കഷ്ടപ്പെടാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇവിടെ ചപ്പാത്തിയുടെ കൂട്ടാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഈ ഒരു എണ്ണ ഗോതമ്പ് പൊടിയിൽ നല്ലപോലെ മിക്സായി വരുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഏകദേശം 1/2 കപ്പും 1 ടേബിൾ സ്പൂണോളൊക്കെ വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതുപോലെ കൂട്ടൊന്ന് തയ്യാറായി വന്നതിന് ശേഷം കൈയെടുക്കാതെ 2 മിനിറ്റ് നേരം നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു ഫില്ലിംഗ് ആണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് ചോപ്പറിലൂടെ ഇതുപോലെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് സ്വീറ്റ് കോണാണ് എടുത്തിരിക്കുന്നത്. അതും ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാകും. ഇതിലേക്ക് ഇനി ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ചീസ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്. പക്ഷേ ചീസും കൂടെ വരുമ്പോഴാണ് ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഏകദേശം 75 ഗ്രാമോളം മൊസറല്ല ചീസാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് പാകത്തിന് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പിസ്സ സീസണിംഗ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിസ്സ സീസണിങ്ങിന് പകരം നിങ്ങൾക്ക് ഒറിഗാനോ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. ആ ഒരു ചീസിലൊക്കെ ഉപ്പിൻ്റെ ആ ഒരു ചെറിയൊരു ഫ്ലേവർ കാണും. അത് മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ചപ്പാത്തി കൂട്ടിലും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കുട്ടികളുടെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു റെസിപ്പിയാണ്. കൂട്ട് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. കൂട്ട് ഒന്നും കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഇതിൻ്റെ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാനാണ് പോകുന്നത്. മീഡിയം വലിപ്പത്തിലുള്ള 5 ഉരുളകളാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉരുളകളുടെ വലിപ്പം അവനവൻ്റെ ഇഷ്ടാനുസരണം കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഗോതമ്പ് പൊടിയിൽ നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് വലുപ്പത്തിൽ പരത്തേണ്ട ആവശ്യമില്ല. പൂരിക്കൊക്കെ പരത്തിയെടുക്കണം ആ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. അരികുകൾ കുറച്ച് നേർത്തിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂണ് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് സൈഡൊക്കെ പിടിച്ചിട്ട് നമുക്ക് സീൽ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കുഴക്കട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ആ ഒരു സീൽ ചെയ്തെടുക്കുന്ന രീതിക്ക് തന്നെയാണ് സീൽ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗവും കവർ ചെയ്ത് സീൽ ചെയ്തെടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഗോതമ്പ് പൊടിയിൽ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് പരത്തിയെടുക്കാനാണ് പോകുന്നത്. ഇത് ഒരുപാട് ബലത്തിൽ പരത്തിയെടുക്കരുത്. അതുപോലെ നമുക്ക് ഒരുപാട് നേർത്ത് പരത്തിയെടുക്കാനൊന്നും പറ്റില്ല. ഉള്ളിലത്തെ ഫില്ലിംഗ് ഒരല്പം വെള്ളപ്പറ്റ് കാണും. അതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഫില്ലിംഗ് പുറത്തായിട്ട് വന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പരത്തിയെടുത്തതിന് ശേഷം ഇത് ചുട്ടെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം നന്നായിട്ട് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നെയ്യാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് അടുത്ത ഭാഗത്തും കൂടെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് 2 ഭാഗവും നന്നായിട്ട് കുക്കായിട്ട് വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറമേ പെട്ടെന്ന് കളർ മാറും. ഉള്ളോളം ശരിക്കും വെന്ത് വരണമെന്നില്ല. അപ്പോൾ ദാ ഇതിപ്പോൾ 2 ഭാഗവും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഈ ഒരു രീതിക്ക് തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീസി ആയിട്ടുള്ള സ്വീറ്റ് കോൺ കൊണ്ടുള്ള പറാട്ടയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനായാലും ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും ഒക്കെ കഴിക്കാൻ വേണ്ടി പെർഫെക്റ്റ് ആണ്. ഇത് കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.